ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? പുതിയ റാങ്ക് ലിസ്റ്റ് ഏതുവരെയായി? നിലവിൽ വന്നോ? ഇനി എപ്പോഴാണ് പുതിയ നോട്ടിഫിക്കേഷൻ ഉണ്ടാവുക? ഈ കാര്യങ്ങളെല്ലാം പറയുന്ന ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. LPUP റാങ്ക് ലിസ്റ്റ് എവിടെ വരെയായി എന്നതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. LPയുടെ റാങ്ക് ലിസ്റ്റ് 2022 ജൂൺ 1 നിലവിൽ വന്നു. എന്നാൽ UPSCയുടെ റാങ്ക് ലിസ്റ്റ് ഇതുവരെ നിലവിൽ വന്നിട്ടില്ല. കാരണം ഓഗസ്റ്റ് മാസത്തിൽ തന്നെ ഓഗസ്റ്റ് മാസം വരെ മലപ്പുറം ജില്ലയുടെയും അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയുടെയും ഇന്റർവ്യൂ നീണ്ടു നിന്നു. അവിടെ ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് മാസത്തിലും എവിടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു? ഈ മലപ്പുറം തിരുവനന്തപുരം ജില്ലകൾക്ക് അവിടെയുള്ള UPSC അപേക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾക്ക് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ നിലവിൽ UPSCയുടെ ലിസ്റ്റ് വന്നിട്ടില്ല, എന്നാൽ LPയുടെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു ലിസ്റ്റ് മേ ബി അത് എപ്പോഴായിരിക്കും വരിക? സെപ്റ്റംബർ മാസത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ സെപ്റ്റംബർ മാസം കഴിയുന്നതോട് കൂടിയിട്ട് UPSCയുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അപ്പൊ അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ വരും മാസങ്ങളിലായിട്ട് പുതിയ നോട്ടിഫിക്കേഷൻ വരാം. അപ്പൊ നിലവിൽ റാങ്ക് ലിസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ LPയുടെ റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട്, എന്നാൽ UPയുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ടില്ല. ഇന്റർവ്യൂ കഴിഞ്ഞ ബാക്കിയുള്ള പ്രോസസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ നിലവിൽ വന്നിട്ടില്ല. ഇനി പുതിയ നോട്ടിഫിക്കേഷൻ എന്ന് വരും എന്ന് ചോദിച്ചാൽ അടുത്തൊരു മെയ് മാസത്തിന് മുമ്പായിട്ട് പുതിയ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അതിന് തൊട്ട് മുമ്പ് വർഷം നടന്നിട്ടുള്ള, അതായത് 2019 നടന്ന റാങ്ക് ലിസ്റ്റിൽ അല്ലെങ്കിൽ അവിടെ അന്ന് നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റ് 2019 ഡിസംബർ മാസത്തോടു കൂടി തന്നെ പുതിയ നോട്ടിഫിക്കേഷനും അവിടെ വന്നിരുന്നു. നമുക്കറിയാവുന്ന ഒരു കാര്യം, LPUP എന്ന് പറയുന്ന എക്സാം അതായത് ഒരു ലോങ് പ്രോസസ് ആണ്. ആദ്യം എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നു, നമ്മൾ അപ്ലൈ ചെയ്യുന്നു, എക്സാം എഴുതുന്നു, അവിടെ മുതൽ നമുക്ക് തുടങ്ങാം. അതായത് ആദ്യം നമ്മൾ റിട്ടേൺ ടെസ്റ്റ് എഴുതുന്നു, റിട്ടേൺ ടെസ്റ്റ് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നു. ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ് പിന്നെ നടക്കുക. അപ്പൊ ഈ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ഇന്റർവ്യൂ ഉണ്ടാവും. അതിനുശേഷമാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക, അല്ലെ? അപ്പോൾ ഇതൊരു 3-4 ഘട്ടങ്ങളിലായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ആദ്യം ഷോർട്ട് ലിസ്റ്റ് വരുന്നു, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നടത്തുന്നു, അതിനുശേഷം ഇന്റർവ്യൂ നടത്തുന്നു, അതിനുശേഷം നമ്മുടെ റാങ്ക് ലിസ്റ്റ്, പുതിയ ലിസ്റ്റ് നിലവിൽ വരുന്നു. അപ്പൊ ഇതിന് ഏകദേശം 3 വർഷത്തോളം കാലയളവുണ്ട്. അതായത് ഇതിനകത്താണ് അത് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത്. അപ്പൊ നമ്മളുടെ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ, ഇപ്പൊ ഒരു റാങ്ക് ലിസ്റ്റ് വന്നാൽ അടുത്ത 3 വർഷം കഴിയുമ്പോൾ ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവിടെ അവസാനിക്കും, അല്ലെ? അപ്പൊ ആ സമയത്ത് എന്ത് വരണം? പുതിയൊരു റാങ്ക് ലിസ്റ്റ് അവിടെ നിലവിൽ വരണം. അപ്പൊ അതിനെന്ത് ചെയ്യണം? ഇപ്പൊ മുതൽ, അതായത് ഈ ഒരു റാങ്ക് ലിസ്റ്റ് കഴിയുമ്പോൾ തന്നെ പുതിയൊരു നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ടാണ് പറയുന്നത് വരും മെയ് മാസങ്ങൾക്ക് മുമ്പായിട്ട് എന്തുണ്ടാവാം? നമ്മുടെ നോട്ടിഫിക്കേഷൻ വരും. അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ കൊടുക്കലും എക്സാമും ഒക്കെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ മുൻനിർത്തി അല്ലെങ്കിൽ നമ്മൾക്ക് നോക്കി കാണേണ്ട ഒരു കാര്യം, എക്സാം എന്ന് വരും എന്നുള്ളതല്ല, ഈ വരുന്ന ഒരു വർഷത്തിനുള്ളിൽ നമ്മുടെ എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും. ആ രീതിയിൽ വേണം നമ്മൾ പഠിച്ചു തുടങ്ങാൻ. കഴിഞ്ഞതിലും എക്സാം അങ്ങനെ തന്നെയായിരുന്നു. ഡിസംബർ, അതായത് ജനുവരി ഒക്കെ ആയിട്ടായിരുന്നു നമ്മൾ അപ്ലിക്കേഷൻ അയച്ചത്. അതിനുശേഷം ഓഗസ്റ്റിൽ നമ്മുടെ കൺഫർമേഷൻ വന്നു. നവംബറിലായിരുന്നു എക്സാം. നവംബർ 7, നവംബർ 24 തീയതികളിലായിട്ടായിരുന്നു UPSCയുടെയും LPSCയുടെയും എക്സാം നടന്നിട്ടുള്ളത്. അപ്പം നമ്മൾ അതേ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ആ ഒരു മാസങ്ങളുടെ കാൽക്കുലേഷനും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പം മുതൽ തുടങ്ങി നമുക്ക് ഇനി ഒരു വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 10 മാസത്തിനകത്ത് നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇപ്പൊ സിലബസ് എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ഇപ്പൊ നമ്മളുടെ കയ്യിലുണ്ട്. മേ ബി സിലബസ് മാറിയാലും നമ്മളുടെ കയ്യിൽ ഒരു അടിത്തറ എന്ന് പറയുന്ന സ്ട്രോങ് ആയിട്ടൊരു അടിത്തറ നമ്മുടെ കയ്യിലുണ്ടാവണം. അതായത് ഇപ്പൊ നൽകിയിട്ടുള്ള സിലബസിനനുസരിച്ച് പുതിയ ചോദ്യോത്തര രീതിയൊക്കെ പരിചയപ്പെട്ടുകൊണ്ട് വേണം നമ്മളുടെ പഠനം LPUPക്ക് വേണ്ടി ആരംഭിക്കാൻ. ഇനിയും ആരംഭിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇനിയും നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിച്ചു തുടങ്ങുക എന്ന് പറഞ്ഞ് നിങ്ങൾ വെയിറ്റ് ചെയ്ത് ഇരിക്കാതെ ഇപ്പം മുതൽ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങണം. എയിം സ്റ്റഡി സെന്ററിൽ LPUPക്ക് വേണ്ടി ലോങ് ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ചിട്ട്, നമ്മുടെ കോഴ്സിൽ നിങ്ങൾക്ക് തരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്, ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോ ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക.
സിലബസ് അനുസരിച്ചിട്ടുള്ള സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക. കൂടാതെ PDF മെറ്റീരിയൽസ് നിങ്ങൾക്ക് പ്രിന്റ് ഔട്ട് എടുത്ത് പഠിക്കാൻ സാധിക്കുന്ന PDF മെറ്റീരിയൽസും നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിരവധി എക്സാമുകൾ, വീക്ക്ലി എക്സാമുകളാണെങ്കിലും മോഡൽ എക്സാമുകളാണെങ്കിലും മോക്ക് ടെസ്റ്റുകളാണെങ്കിലും നിരവധി എക്സാമുകൾ എഴുതി നിങ്ങളെ എക്സാം എഴുതാൻ പ്രാപ്തരാക്കാൻ വേണ്ടി ഒരുപാട് എക്സാമുകൾ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സംശയ സാധൂകരണത്തിനായി ഏത് സമയവും നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട് ചോദിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസിനായിട്ട് ഒരു പ്രത്യേക സെഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മെന്ററിന്റെ സഹായം കൂടെ, നിങ്ങളുടെ ഫുൾ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരു മെന്ററിന്റെ സഹായം കൂടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി എയിം സ്റ്റഡി സെന്ററിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി കഴിഞ്ഞ LPUP എക്സാമിൽ തന്നെ 250-ൽ പരം കുട്ടികളാണ് ഈ LPUP എക്സാമിന്റെ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയിട്ടുള്ളത്. LPയുടെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ 30-ലധികം കുട്ടികളാണ് 100-ൽ താഴെ റാങ്ക് വാങ്ങിയിട്ടുള്ള ആളുകൾ. അപ്പോൾ നിങ്ങൾ വിജയം നോക്കി തന്നെ നിങ്ങളുടെ കോഴ്സ് ഏത് സ്ഥാപനത്തിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. എയിം സ്റ്റഡി സെന്ററിൽ നിന്ന് 250-ൽ പരം കുട്ടികളാണ്. കേരളത്തിൽ തന്നെ ചരിത്ര വിജയം എന്ന് നമുക്ക് അവകാശപ്പെടാൻ സാധിക്കുന്ന തരത്തിലാണ് കഴിഞ്ഞ LPUPയുടെ നമ്മുടെ വിജയം എന്ന് പറയുന്നത്. 100-ൽ താഴെ റാങ്ക് LPയിൽ മാത്രം 30-ലധികം കുട്ടികൾക്കാണുള്ളത്. ഇനി UPയുടെ റാങ്ക് ലിസ്റ്റ് വരുമ്പോഴും അതുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ LPUPക്ക് വേണ്ടിയിട്ട് പുതിയതായിട്ടുള്ള ലോങ് ബാച്ചുകൾ, ഒരുപാട് ബാച്ചുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഇനി പുതിയതായിട്ടുള്ള ബാച്ചുകൾ നമ്മൾ ആരംഭിക്കുന്നു, അഡ്മിഷൻ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, LPUP എന്ന് പറയുന്നത് നമ്മളുടെ മുന്നിൽ എത്ര ജോലി സാധ്യത നമ്മൾക്ക് തരുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റ് PSC എക്സാമുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ മറ്റ് PSC ഇപ്പോൾ ഒരു LD എക്സാം എടുക്കുകയാണ് അല്ലെങ്കിൽ ഒരു LGS എക്സാം എടുക്കുകയാണെങ്കിൽ 1,50,000 അല്ലെങ്കിൽ 2 ലക്ഷത്തിൽ പരം ആളുകൾ എഴുതുന്നു, അല്ലെങ്കിൽ സ്റ്റേറ്റ് വൈഡ് ആണെങ്കിലും ഡിസ്ട്രിക്ട് വൈഡ് ആണെങ്കിലും ഏതാണെങ്കിലും ഇത്രയും അധികം ആളുകൾ എഴുതുന്ന ഒരു എക്സാമിൽ നിന്നാണ് നമ്മൾ ഒരു റാങ്ക് ലിസ്റ്റിനകത്ത് വരണമെങ്കിൽ ഒരു 10-100 പേരുടെ ഉള്ളിൽ വരിക നമ്മളെ കൊണ്ട് ചിലപ്പോൾ നമുക്ക് സാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്, നല്ലതുപോലെ അവർ റാങ്കും നേടുന്നുണ്ട്. എങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം, ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അത് പോസിബിൾ ആവണമെന്നില്ല. എന്നാൽ നമ്മളൊരു കാര്യം ആലോചിച്ച് നോക്കുക, ഈ LPUP എക്സാമിന്റെ അപ്ലിക്കൻസിന്റെ എണ്ണം എന്ന് പറയുന്നത് വളരെ കുറവാണ്. എന്ന് വെച്ചാൽ 1,50,000 പേര് എഴുതുന്നതും 7,000-8,000 പേര് എഴുതുന്നതും തമ്മിൽ ഡിഫറൻസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. LPUP എക്സാമിന് എഴുതുന്ന അല്ലെങ്കിൽ അപ്ലിക്കൻസിന്റെ എണ്ണം എന്ന് പറയുന്നത് ഓരോ ഡിസ്ട്രിക്ട് എടുത്ത് നോക്കുമ്പോൾ 7,000-ഓ 8,000-ഓ, മാക്സിമം വന്നത് മലപ്പുറത്ത് 23,000 സംതിങ് ആയിരുന്നു. അപ്പോൾ ഇത്രയും പേരാണ് എക്സാമിന് നമ്മൾ അപ്പിയർ ചെയ്യുന്നത്, അതായത് നമ്മൾ അപ്ലിക്കൻസ് അയക്കുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത്, അപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് 8,000-9,000 ഒക്കെ ഉള്ളൂ. ഇടുക്കി, പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിലൊക്കെ ചിലപ്പോൾ അത് 2,000-3,000 അങ്ങനെയൊക്കെ ആയിട്ട് ചുരുങ്ങുന്നുണ്ട്. അപ്പോൾ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എണ്ണം വളരെ കുറവാണ്. മറ്റ് എക്സാമുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ വളരെ കുറവാണ്. എന്നാൽ നമ്മളെ ജോലിക്ക് എടുക്കുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന എണ്ണം എന്ന് പറയുന്നത്, ജോലി സാധ്യതകൾ, അവിടെ ഓപ്പർച്യൂണിറ്റീസിന്റെ എണ്ണം മറ്റുള്ളതിനെ അപേക്ഷിച്ച് കൂടുതലുമാണ്. ഇപ്പോൾ കഴിഞ്ഞ LPയുടെയും UPയുടെയും ഒക്കെ റാങ്ക് ലിസ്റ്റ് എടുക്കുമ്പോൾ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുന്നതിന് മുൻപ് തന്നെ സപ്ലിയിലുള്ള ആളുകളെ അടക്കം പല ജില്ലകളിലും നിയമിക്കേണ്ട ഒരവസ്ഥയുണ്ടായി. കാരണം അത്രയും ഒഴിവുകൾ അവിടെ റിപ്പോർട്ട് ചെയ്തു. ഇനിയിപ്പോൾ പുതിയ LPയുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്, അപ്പോഴത്തേനും നിലവിൽ കുറേ ഒഴിവുകൾ ഓൾറെഡി അവിടെ ബാക്കി ഉണ്ടായിരുന്നു. ദെൻ പുതിയതായിട്ട് വരുന്ന റിട്ടയർമെന്റ് ഒഴിവുകളും അല്ലാതെ വരുന്ന കുറേ ഒഴിവുകളും അവിടെ ബാക്കിയുണ്ട്. അപ്പൊ ഈ റാങ്ക് ലിസ്റ്റും ഏകദേശം, അതായത് ഇപ്പൊ നിലവിൽ വന്നിട്ടുള്ള LPയുടെ റാങ്ക് ലിസ്റ്റ് ആണെങ്കിലും ഇനി വരാനിരിക്കുന്ന UPയുടെ റാങ്ക് ലിസ്റ്റ് ആണെങ്കിലും ഇപ്പൊ ഈ സെപ്റ്റംബർ മാസത്തോടു കൂടി പ്രസിദ്ധീകരിക്കാനിരിക്കുന്ന അല്ലെങ്കിൽ സെപ്റ്റംബർ മാസം കഴിഞ്ഞാലും അത് പ്രസിദ്ധീകരിക്കാനിരിക്കുന്ന UPയുടെ റാങ്ക് ലിസ്റ്റ് ആണെങ്കിലും ഇതിന്റെ ഒക്കെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. പക്ഷെ ഈ 3 വർഷത്തിന് മുമ്പ് തന്നെ ഇതിലുള്ള ആളുകൾക്ക്, മിക്ക ആളുകൾക്കും എന്തായാലും എന്ത് കിട്ടും? ജോലി കിട്ടും. അതായത് 300 പേരെയൊക്കെയാണ് ഓരോ ജില്ലകളിലായിട്ട് മെയിൻ ലിസ്റ്റിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ വരാനിരിക്കുന്ന, ഇനി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, പല മാധ്യമങ്ങളിൽ കൂടെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, ഇനി 2025 കൂടി റിട്ടയർമെന്റ്, അധ്യാപകരുടെ റിട്ടയർമെന്റിന്റെ എണ്ണം എന്ന് പറയുന്നത് വളരെ വലുതാണ് അല്ലെ. അപ്പൊ ഇപ്പൊ ഇനി എക്സാം അപ്പിയർ ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആ ഒഴിവുകളൊക്കെ അല്ലെ. അപ്പൊ നമ്മൾ ഈ ഒരു വർഷം നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ വരുന്ന എക്സാമിൽ തന്നെ, അതായത് 2025 വരാനിരിക്കുന്ന ആ ഒരു റാങ്ക് ലിസ്റ്റിൽ തന്നെ നമുക്ക് ഇടം നേടാം. അതുപോലെ വളരെ പെട്ടെന്ന് നമുക്ക് ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്യാം. ഇനി നിങ്ങൾ ഈ ഒരു എക്സാമിന് നേരെ നല്ലതുപോലെ പഠിച്ചിട്ടില്ല, നല്ലതുപോലെ പ്രിപ്പയർ ചെയ്യാൻ സാധിച്ചില്ല, ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെയും നിങ്ങളുടെ ഏജ് കൂടി വരികയാണ്. അതുപോലെ നമ്മുടെ എക്സാം പാറ്റേൺസ് മാറാം, സിലബസ് മാറാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മാറാം.
മാറാം അല്ലെ. അപ്പൊ ഇതൊക്കെ മാറുന്നതിനനുസരിച്ച് നമ്മൾ ആദ്യം മുതലേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ട ഒരു അവസ്ഥയാണ്. ഇപ്പൊ തന്നെ നിലവിൽ ഒരു 7 വർഷം 8 വർഷമൊക്കെ ആയി ഞാൻ PSC പഠിക്കാൻ തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും അല്ലെ. എന്നാൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എക്സാമുകളിൽ, അതായത് നമുക്ക് അഡ്വൈസ് ലെറ്റർ കിട്ടിയിട്ടുള്ള, നമ്മളൊരു റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയിട്ടുള്ള ആളുകളും ഉണ്ടാവും. അപ്പൊ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ എക്സാം എടുക്കുമ്പോഴും ആ എക്സാം എന്താണെന്ന് അറിഞ്ഞ് ആ ഒരു സമയത്ത് നല്ലതുപോലെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷന് വേണ്ടി, നോട്ടിഫിക്കേഷൻ വരട്ടെ, എക്സാം ഡേറ്റ് വരട്ടെ, എന്നിട്ട് പഠിക്കാം, കൺഫർമേഷൻ കൊടുക്കട്ടെ, എന്നിട്ട് പഠിക്കാം എന്നൊക്കെ വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇരിക്കുകയുള്ളൂ. നമുക്ക് ഒരു റാങ്ക് ലിസ്റ്റിലും എന്തായാലും ഇടം നേടാനായിട്ട് സാധിക്കില്ല. അപ്പൊ എന്ത് ചെയ്യുക, നമ്മൾ സിലബസിനനുസരിച്ച്, ഇപ്പൊ ഇത്രയും നാളും PSC പഠിച്ച ഒരാളാണെങ്കിൽ പോലും LP UP കാര്യം എത്തുമ്പോൾ, അല്ലെങ്കിൽ LP UP എക്സാം എഴുതാൻ വേണ്ടി വരുമ്പോൾ അവര് മാറ്റി പഠിക്കേണ്ട കുറെ കാര്യങ്ങൾ അവിടെ ഉണ്ട്. നമുക്ക് സൈക്കോളജിയുടെ പാർട്ട് വേറെ പഠിക്കാനുണ്ട് അല്ലെ. എല്ലാത്തിന്റെ എക്സാം പാറ്റേണിൽ ചേഞ്ച് ഉണ്ട്. പുതിയ രീതിയിലുള്ള ചോദ്യോത്തരങ്ങളാണ്, സ്റ്റേറ്റ്മെന്റ് ലെവലുള്ള ചോദ്യോത്തരങ്ങളാണ് വരുന്നത്. അപ്പോൾ സിലബസ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞു പഠിക്കേണ്ട ഒരവസ്ഥയാണ് നമുക്കുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് സിലബസ് അനുസരിച്ചിട്ട് ഓരോ പോർഷൻസും വ്യക്തമായി തന്നെ പുതിയ രീതിയിലുള്ള ചോദ്യോത്തരങ്ങളെ ഒക്കെ പരിചയപ്പെടുത്തി തരുന്ന രീതിയിലായിരിക്കും നിങ്ങൾക്ക് എയിം സ്റ്റഡി സെന്ററിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവുക. അപ്പൊ കംപ്ലീറ്റ്ലി സിലബസ് ഓറിയന്റഡ് ആയിട്ട് മാറുന്ന പരീക്ഷാ രീതിക്ക് അനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ LP UP റാങ്ക് ലിസ്റ്റിന്റെയും അല്ലെങ്കിൽ ആ ഒരു വിജയത്തിന്റെ കാര്യം മാത്രമല്ല നമുക്ക് പറയാനുള്ളത്. കേട്ടറ്റിനാണെങ്കിലും കഴിഞ്ഞ കേട്ടറ്റിൽ 300-ൽ പരം കുട്ടികളെ വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ കഴിഞ്ഞിട്ടുള്ള എക്സാമിൽ 450-ൽ പരം കുട്ടികളാണ് എയിം സ്റ്റഡി സെന്ററിൽ നിന്ന് കേട്ടറ്റിൽ വിജയം നേടിയിട്ടുള്ളത്. അപ്പോൾ വളരെ ചരിത്ര വിജയം തന്നെയാണ് എയിം സ്റ്റഡി സെന്ററിന് കേട്ടറ്റിന്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ LP UP കാര്യത്തിലാണെങ്കിലും ഒക്കെ അവകാശപ്പെടാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ഒരു കോഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക. എന്തുകൊണ്ട് നിങ്ങൾ അവിടെ പഠിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ ഈ വിജയം മറ്റൊരു സ്ഥാപനത്തിനും അവകാശപ്പെടാനുണ്ടോ എന്ന് പോലും നമുക്ക് അറിയില്ല. അപ്പം നമ്മൾ ഓൺലൈൻ ആയിട്ടുള്ള കോഴ്സുകൾ തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. 9446537080 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അതുപോലെ എയിം സ്റ്റഡി സെന്ററിന്റെ ലേണിംഗ് ആപ്പാണ് SREE ലേണിംഗ് ആപ്പ്. നിങ്ങൾക്കത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ആ ഒരു ലേണിംഗ് ആപ്പ്, നമ്മുടെ SREE ലേണിംഗ് ആപ്പ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിലും അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാൻ, അതായത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് എങ്ങനെ ഉപയോഗിക്കണം, നമ്മൾ ഫ്രീ ക്ലാസ്സുകൾ അതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫ്രീ അല്ലാതെ നമ്മളുടെ പെയ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും അവിടെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്ത് ഡൗട്ട് ആണെങ്കിലും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9446537080. ഇനി നമുക്ക് LP UP ആയിട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ആണെങ്കിലും, അല്ലെങ്കിൽ എപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരിക, ഇനിയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതോ അല്ലെങ്കിൽ ഇനി നമ്മൾ എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ ഏത് ഡൗട്ട് ആണെങ്കിലും നമ്മളെ വിളിച്ച് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ LP UP എക്സാമിന് ആരൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്നുള്ളതൊക്കെ. അപ്പം നമുക്കറിയാം LP UP എന്ന് പറയുന്നതിൽ LPയുടെ നമ്മൾ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ DLED അല്ലെങ്കിൽ നമ്മൾ TTC എന്നൊക്കെ പറയുന്ന ആ കാറ്റഗറിയിലുള്ള ആ ഒരു കോഴ്സ് പ്ലസ് കാറ്റഗറി 1 or 2 ആണ് എന്തിന് അപേക്ഷിക്കാനുള്ളത്, നമുക്ക് ഈ LPSAക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത്. ഇനി UPയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് BEd പഠിച്ചവർക്കാണെങ്കിലും BEd പ്ലസ് കാറ്റഗറി 2 ഉള്ളവർക്കാണെങ്കിലോ അല്ലെങ്കിൽ കാറ്റഗറി 3 അതിന് മുകളിലുള്ളവർക്ക് അപേക്ഷിക്കാം. അതുപോലെ തന്നെ TTC പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ കാറ്റഗറി 1 or 2 ഉള്ളവർക്കും നമുക്ക് ഈ UPSAയുടെ എക്സാം എഴുതാൻ സാധിക്കുന്നതാണ്. ഇനി ഏജ് ബാർ എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതിനനുസരിച്ചിട്ടാണ് കറക്റ്റ് ഡേറ്റ് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലെ. ആർക്കൊക്കെ അപേക്ഷിക്കാം അല്ലെങ്കിൽ ആരുടെയൊക്കെ ചാൻസ് മിസ്സാവും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു നമ്മുടെ അനൗൺസ്മെന്റ്, നമ്മുടെ വിജ്ഞാപനം ഇറങ്ങിക്കഴിഞ്ഞാലാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഡേറ്റ് പറയാനായിട്ട് സാധിക്കുക അല്ലെ. അപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ ചാൻസ് ഈ ഒരു പ്രാവശ്യത്തിൽ നിന്ന് ഇനി മാറിപ്പോകരുത്. അതായത് ഇനിയും 3 വർഷം ഞാൻ ഇരുന്ന് പഠിച്ച, അല്ലെങ്കിൽ ഇനി ഒരു 3 വർഷത്തിന് വേണ്ടി അടുത്തൊരു നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാതെ ഇനി വരാനിരിക്കുന്ന നമ്മുടെ നോട്ടിഫിക്കേഷന് വേണ്ടി ഇതിൽ ഒരു സീറ്റ് എൻ്റേതാണ്, അല്ലെങ്കിൽ ആദ്യത്തെ 100ൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ആദ്യത്തെ 50ൻ്റെ ഉള്ളിൽ ഞാൻ എന്തായാലും വരും എന്ന ആ ഒരു
ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾ ഇപ്പം മുതൽ തന്നെ പഠിച്ചു തുടങ്ങുക. നിങ്ങളെ ആരെയും, അതായത് ഒന്നിനെയും വെയിറ്റ് ചെയ്തിരിക്കരുത്. അതായത് ഇനി നോട്ടിഫിക്കേഷൻ വരട്ടെ അല്ലെങ്കിൽ കൺഫർമേഷൻ വരട്ടെ എന്നിട്ട് പഠിക്കാം, ഇതൊന്നും നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരുന്നാൽ നിങ്ങൾ അവിടെ ഇരിക്കുകയുള്ളൂ. കാരണം കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് അത്രയും ഇങ്ങനെ ദിനം പ്രതി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ കേറ്ററ്റിന്റെ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാലും ഈ 9,000 പേര് അപേക്ഷിക്കണ്ട അല്ലെങ്കിൽ 10,000 പേര് അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ ഈ അപേക്ഷിക്കുന്നതിലെ 90% ആളുകളും എന്താണ്, നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് എക്സാം അപ്പിയർ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആ അറ്റൻഡ് ചെയ്യുന്ന എക്സാമിൽ നമ്മൾ വെറുതെ 1 മാസം കൊണ്ട് പോയി പഠിച്ചിരുന്ന് നമുക്ക് കിട്ടണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഇരുന്ന് പഠിക്കാമെന്നൊന്നും പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളുടെ ലൈഫിലെ ഈ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള നമ്മളുടെ എക്സാം, വലിയൊരു എക്സാം ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ട LPUP എക്സാം ഇനിയും നിങ്ങൾ അതല്ലെങ്കിൽ ഇനി അതിൽ നിന്ന് ഇനി വരട്ടെ എന്നൊന്നും പറഞ്ഞ് മാറിയിരിക്കാതെ ഇപ്പം മുതൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക കേട്ടോ. എങ്കിൽ മാത്രമേ നല്ലൊരു വിജയം നിങ്ങൾക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എല്ലാവരും നല്ലതുപോലെ പഠിച്ചു തുടങ്ങുക. എയിം സ്റ്റഡി സെന്റർ LPUPയുടെ ലോങ് ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. കുറേ കോഴ്സുകൾ, കുറേ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. അല്ലാതെ പുതിയതായിട്ട് നമ്മൾ അഡ്മിഷൻ തുടർന്നുകൊണ്ടിരിക്കുന്നു. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനും കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനുമായിട്ട് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9446537080. താങ്ക് യു.